ഹായ് ഹലോ. ഇന്നാണെങ്കിൽ ഞാൻ ഒരു വെറൈറ്റി ഒരു ബനാനയാണ് കാണിക്കാൻ പോകുന്നത്. പഴം ഇവിടെ ആണെങ്കിൽ 2-3 പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു അത്ഭുതമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സംഭവം ഇതാണ്. കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല സാധാ ഒരു പഴം. എന്നാലും ഞാനൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനൊന്ന് താഴെ വെക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴം. വീണ്ടും ഞാൻ എടുത്ത് കാണിക്കാവേ. പഴുത്തിരിക്കുവാണ്. ഞാനിത് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനേ ഇതൊന്ന് കട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അത്ഭുതം എന്താണെന്ന് നമുക്ക് കാണണ്ടായോ? കണ്ടോ? ഇതിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു കല്ല് പോലൊരു സാധനമുണ്ട്. വേണ്ടേ? എല്ലാ പഴത്തിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വേണ്ട, ഇതാണ് സാധനം. കണ്ടോ? ഇനിയും ഉണ്ട്. വേണ്ടത്. പക്ഷെ ഈ പഴം കഴിക്കാനൊക്കെ പറ്റും. ഇവിടെ ഇത് 2-3 പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അതുകൊണ്ട് എനിക്കിപ്പോഴാണ് ഇതൊന്ന് കാണിക്കാൻ പറ്റിയത് കേട്ടോ. വേണ്ടത്. ഈ സംഭവമൊക്കെ കഴിക്കാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. വേണ്ട, ഇതിൻ്റെ ഉള്ളിലുണ്ട്. വേണ്ട, ഇതെന്തുവാ സാധനമെന്ന് അറിയത്തില്ല. ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇതേലെ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി എന്തോന്ന് നോക്കാം. വേണ്ട, ഇതിലും ഉണ്ട്. വീണ്ടും കണ്ടോ? ഈ പഴത്തിൻ്റെ പേരെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു സാധനം കണ്ടത് കൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ എടുക്കുക. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പം ഞാനപ്പം വേണ്ട, ഞാൻ വിചാരിച്ചു വീണ്ടും ഒരെണ്ണം കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അതിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്നും അറിയണ്ടായോ. അത് ഒരെണ്ണത്തിൽ മാത്രമാണോ? ഞാൻ നോക്കിയിട്ട് എല്ലാത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. 1-2 എണ്ണമെങ്കിലും മിനിമം ഒരെണ്ണത്തിൽ കാണും. ചിലത് 4-5 ഒക്കെ കാണും. പക്ഷെ നമ്മൾ നോർമലായിട്ട് കടിച്ച് തിന്നുന്ന പോലെ തിന്നാൻ പറ്റത്തില്ല. അന്നേരം എന്തോ ഒരു കല്ല് നമ്മുടെ വായി കിടക്കുന്ന ഒരു ഇത്. പിന്നെ നമ്മളത് തുപ്പി കളയാൻ തോന്നും. അതുകൊണ്ട് മൂക്ക് ഞാനിതെല്ലാം കളഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷെ നല്ല മധുരമാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. പക്ഷെ ഇതെന്ത് വെറൈറ്റി പെടുന്ന ഒരു പഴമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതേലെ വെറൈറ്റി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലോ ഇതിൻ്റെ പേരറിയാമെങ്കിലോ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നെന്നൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അകത്തും ഉണ്ട് 3-4 കുരുവൊക്കെ വേണ്ട. ഞാൻ പെറുക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് പഴത്തിന്. ഇതാണ് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ കുരു കേട്ടോ. ഒരുമാതിരി കല്ല് പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും കുരുവാണ്. ഇതിനി പാകിയാ കിളിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, താഴെ ഇടുമ്പോൾ പടപടാന്ന് സൗണ്ടും കേൾക്കും കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇട്ട് കാണിക്കാവേ. ഇത് തിന്നാൻ പറ്റുന്ന സാധനമൊക്കെ കണ്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കണ്ട ആ കുരു ഒന്ന് കാണിച്ചമ്മ. അതുകൊണ്ട് ഇതുപോലെ ഇരിക്കും സാധനം. ഇതിൻ്റെ പേരെന്തെങ്കിലും അറിയാവോ? കുരുവാടി, പഴത്തിന്റെ കുരു. പഴത്തിന്റെ കുരുവാന്ന് എനിക്കറിയാം. ഇതിന്റെ പേര്, പഴത്തിന്റെ പേര് വല്ലതും അറിയാമോ? എനിക്കറിയത്തില്ല. അമ്മയല്ലേ കൊണ്ടുവച്ചേ? പണ്ടങ്ങാണ്ട് പോലെ ഇവിടെ നിക്കുന്നതാ. ഇതിപ്പോ 2-3 പ്രാവശ്യമായിട്ട് കളിക്കുന്നില്ലേ? 2-3 വർഷങ്ങളായിട്ട് പോയുണ്ട്. അപ്പൊ അമ്മ എവിടുന്നോ കൊണ്ടുവച്ചൊരു സാധനമാണ്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതേലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞങ്ങൾക്കിതൊരു അത്ഭുതമായിട്ട് തോന്നിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചാണ്. അപ്പൊ ശരി, ബൈ.